നമസ്കാരം. എൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്ന ടാങ്കിനെ പോലെ തന്നെ ഇന്ന് മനുഷ്യ മനസ്സുകളിൽ ഭീതിയുടെ നിറം ചാലിച്ചുകൊണ്ട് യുദ്ധവാർത്തകളാണ് തലങ്ങും വിലങ്ങും പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷേ നമ്മുടെ ഇന്ത്യ പാക് ഇപ്പോഴത്തെ ഈ ഒരു നയതന്ത്ര പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് ഇന്ത്യൻ മാധ്യമങ്ങളാണെന്ന് തന്നെ പറയാം. മാധ്യമങ്ങളിൽ ഒരുപക്ഷേ ഒരു ആഘോഷത്തെ അല്ലെങ്കിൽ ഒരു ഉത്സവത്തെ എങ്ങനെയാണ് കാണുന്നത് അതേപോലെയാണ് പാകിസ്ഥാൻ്റെയും ഇന്ത്യയും തമ്മിലുള്ള ഈ ഒരു തർക്കത്തിനെ അല്ലെങ്കിൽ ഒരു യുദ്ധ സമാനമായിട്ടുള്ള അന്തരീക്ഷത്തെ മാധ്യമങ്ങൾ കാണുന്നത്. ഇവിടെ മാധ്യമ സമീപനം ഇങ്ങനെയല്ല വേണ്ടതെന്ന് മുഖ്യധാരയിലുള്ള മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർ കുറ്റപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പല തരത്തിലും മാധ്യമങ്ങളെ വിലക്കുന്ന തരത്തിലേക്ക് ഇന്ത്യ ഗവൺമെൻറ്റും ഇടപെട്ടുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നയതന്ത്രപരമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്നതിന് മാധ്യമങ്ങൾ ജനങ്ങളെ ഏത് തരത്തിലാണ് ഈ ഒരു മാധ്യമ പ്രവർത്തന മേഖലയിൽ നിന്നുകൊണ്ട് സമീപിക്കേണ്ടത് എന്നുള്ളത് മാറ്റിവെച്ചുകൊണ്ടാണ് തങ്ങളുടെ റേറ്റിംഗ് മാത്രം കണ്ണിൽ കണ്ടുകൊണ്ട് ഒരു എന്താ പറയുക പകൽ പൂരത്തിനെ വിൽപ്പന ചരക്കാക്കുന്ന രീതിയിൽ ഇന്ത്യ പാക് യുദ്ധത്തെ വിൽപ്പന ചരക്കാക്കുന്ന മാധ്യമങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ JD വാൻസിൻ്റെ, അതായത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ന് ഫോക്സ് മാഗസിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇന്ത്യ പാക് യുദ്ധത്തിൽ തങ്ങൾക്ക് ഇടപെടാൻ സാധിക്കില്ല. ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ആയുധം താഴെ വയ്ക്കുവാൻ ഇരു രാജ്യങ്ങളുടെയും സേനാധിപന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യയെയോ അല്ലെങ്കിൽ പാകിസ്ഥാനെയോ ഈ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് നിർദ്ദേശിക്കുവാൻ തങ്ങൾക്കാകില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ നയതന്ത്രപരമായിട്ട് ലോകരാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധി എന്നുള്ള നിലയിൽ നയതന്ത്രപരമായിട്ട് ഈ ഒരു യുദ്ധം സമാധാനപരമായിട്ട് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പിന്തിരിയൽ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി ദൈവം അത് ചെയ്തു തരട്ടെ എന്നാണ് അമേരിക്കയുടെ അല്ലെങ്കിൽ ലോക പോലീസായ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മാധ്യമപ്രവർത്തകരോട് തങ്ങളുടെ റേറ്റിംഗ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ കാണിക്കുന്ന യുദ്ധ സമാനമായിട്ടുള്ള അന്തരീക്ഷം, ഭീതി നിറഞ്ഞ അന്തരീക്ഷം ഒക്കെ നിങ്ങൾ നൽകുന്നത് രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുക എന്ന് മാത്രമല്ല സാധാരണക്കാരനായിട്ടുള്ള പൊതുജനങ്ങളുടെ മാനസിക തലങ്ങളെയും കൂടി നിങ്ങളുടെ ഈ വാർത്താ സംപ്രേഷണം അപകടപ്പെടുത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രധാനമായിട്ടും യുദ്ധം എന്ന് പറയുന്നത് കൊലപാതകങ്ങളും അല്ലെങ്കിൽ മരണവും ആൾനാശവും അംഗഭംഗവും രണ്ട് കൂട്ടർക്കും നഷ്ടങ്ങളും മാത്രം കരുതി വെച്ചിട്ടുള്ള ഒരു അവസാനമാണ് വിജയിയുടെയും പരാജയപ്പെട്ടവൻ്റെയും അടുത്തേക്ക് ഒരു യുദ്ധം സമ്മാനിക്കുക. അവിടെ ഇന്ത്യ പാക് യുദ്ധം എന്ന് പറയുമ്പം ആസാൻ ഇന്ത്യൻ ജേർണലിസ്റ്റ്, ആസാൻ ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് 1947 ശേഷം ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയുടെ പാകിസ്ഥാനിൻ്റെ പ്രകോപനപരമായിട്ടുള്ള തിരിച്ചടികൾ ഇന്ത്യ നൽകുന്നതിന് 8 തവണയാണ് കാരണമായിട്ടുള്ളത്. ഇതോടക്കം ഇത് 9ാമത്തെ തവണയിലേക്ക് കടന്നു വരികയാണ്. ഇതിൻ്റെ പിന്നിലേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ ഇപ്പം കാശ്മീരിൻ്റെ കാര്യം തന്നെ എടുക്കാം. അന്ന് വിഭജന കാലത്ത് ഒരു നാട്ടുരാജ്യമായി നിന്നിരുന്ന കാശ്മീർ ഇന്ത്യയിലോ അല്ലെങ്കിൽ പാകിസ്ഥാനിലോ ചേരാൻ നിന്നിരുന്ന സാഹചര്യത്തിൽ ആയുധം കാട്ടി അല്ലെങ്കിൽ കായികമായി അവരെ തോൽപ്പിച്ചുകൊണ്ട് തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാക്കുവാനായിട്ട് ഇരു കൂട്ടരും ശ്രമിച്ചിരുന്നു. അന്ന് പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നു, അതിനുശേഷം ഇന്ത്യ ശ്രമിച്ചിരുന്നു. എന്തായാലും ഇന്ന് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ്. പക്ഷേ അവിടുത്തെ ഈ പറയുന്ന പാരിസ്ഥിതിക പശ്ചാത്തലങ്ങൾ, പ്രകൃതിദത്തപരമായിട്ടുള്ള ചില സവിശേഷതകൾ കൊണ്ടും അതുപോലെ തന്നെ ജനവാസം ഏറിയ കുറവായതുകൊണ്ടും ഇന്ന് ഒരു പക്ഷേ ഇസ്ലാം എന്നുള്ളൊരു പേരിനെ വളരെയേറെ വൈകല്യപ്പെടുത്തിക്കൊണ്ട് തീവ്രവാദപരമായിട്ടുള്ള ചില ശക്തികൾ മുന്നോട്ട് വരികയും അവരെ സംരക്ഷിക്കുന്നതിന് കാരണമാവുകയും അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ സമാധാനം തകർക്കുന്ന തരത്തിലേക്ക് പാകിസ്ഥാൻ്റെ കപട രാഷ്ട്രീയ ബോധം ഉള്ള നയതന്ത്രപരമായിട്ടുള്ള ഇടപെടലാണ് ഇന്ന് ഇന്ത്യയെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ലോകരാജ്യങ്ങളെ തന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം. അതിൽ ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള പുതിയ സംഘടനകൾ വിപ്ലവകരമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മനുഷ്യനെ കൊന്നൊടുക്കിക്കൊണ്ട് ഈ പറയുന്ന തീവ്രവാദപരമായിട്ടുള്ള മുന്നേറ്റം നടത്തുന്ന ആ ആളുകളുടെ കൂട്ടത്തെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളാണ് അവർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് ലോക ജനതയുടെ മുമ്പിൽ പാകിസ്ഥാനെയും അതുപോലുള്ള ഇതര രാജ്യങ്ങളെയൊക്കെ പ്രതിക്കൂട്ടിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യയുടെ ഒരു തിരിച്ചടി എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. ഒരുപക്ഷേ അഖണ്ഡ ഭാരതത്തെക്കുറിച്ച് പറഞ്ഞു വന്നാൽ ഖണ്ഡിക്കപ്പെടാത്ത ഒരു ഭാരതമുണ്ട്. പാകിസ്ഥാനും സിന്ധും അതുപോലെ തന്നെ ഈ അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന അയൽ രാജ്യങ്ങളെല്ലാം രാജ്യമായിരുന്ന, ഇന്ത്യയുടെ ഭാഗമായിരുന്ന, ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ലോക പോലീസ് ഇന്ത്യയായിരുന്നു. ലോകത്തിനെ നിയന്ത്രിച്ച ആളുകളൊക്കെ തന്നെ അല്ലെങ്കിൽ ലോകത്തിനെ എണ്ണാൻ പഠിപ്പിച്ച
ശാസ്ത്രജ്ഞന്മാരടക്കമുള്ളവർ, സുശ്രുതനടക്കമുള്ളവർ ഒക്കെ ഇന്ത്യയിൽ നിന്നുള്ള സംഭാവനയാണ് നമുക്കറിയാം. രാജ്യത്തിലെ അല്ലെങ്കിൽ ലോകത്തെ ഓപ്പറേഷനിലൂടെ ആരോഗ്യ മേഖലയ്ക്ക് സംഭാവന അർപ്പിച്ചവർ നമ്മുടെ പൂർവികരൊക്കെ അടക്കമുള്ളവർ അങ്ങനെയുള്ള ഒരു സനാതന ഭാരതത്തിനെ ഏറ്റവും കൂടുതൽ പ്രശംസിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം രാജ്യത്തിൻ്റെ സുഗന്ധ വ്യഞ്ജനങ്ങൾ അപഹരിക്കാൻ കടന്നിട്ടുള്ള വൈദേശിക ശക്തികൾ വിഘടിച്ചു നിന്ന് നാട്ടുരാജ്യക്കാരെ വീണ്ടും വിഘടിപ്പിച്ചുകൊണ്ട് നമ്മളുടെ ഇടയിലൂടെ അതിർത്തികൾ പാകിക്കൊണ്ട് ഇന്ത്യയെ രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ എന്നും ഇന്ത്യ എന്നും. വീണ്ടും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് വീണ്ടും ഒരു രാജ്യവിഭജനം ഉണ്ടാകുന്നു. ഇങ്ങനെ നമ്മളെ തന്നെ വിഭജിച്ച് നമ്മുടെ പിന്നിൽ നിന്നുകൊണ്ട് നമ്മളെ തകർത്തുകൊണ്ട് പിന്നിലേക്ക് മാറി നിന്നവർ ചിരിച്ചുകൊണ്ടിരിക്കണം ഇന്നും. ആ ചിരി 1947 ശേഷം ഇന്നും തുടരുകയാണ്. ആ ചിരിയുടെ മുമ്പിലാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ ഇവിടെ ആഘോഷിക്കുന്നത്. പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ നമുക്ക് ഇത്രത്തോളം അവരുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് ഓരോ തിരിച്ചടി നൽകാൻ സാധിക്കുന്നു. മറ്റുള്ള കാര്യങ്ങളും യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യത്തിന് ആഘോഷമാക്കിക്കൊണ്ടാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ളൊരു തികഞ്ഞ ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഒരു യുദ്ധം പാകിസ്ഥാനെതിരെ അനിവാര്യമാണ്. ആ യുദ്ധത്തിൽ ഒരു സിവിലിയൻ്റെ പോലും ജീവൻ്റെയോ അല്ലെങ്കിൽ ചോരയോ ചിന്താതെ ഒരു ബൗദ്ധികമായിട്ടുള്ള അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക്കായിട്ടുള്ളൊരു യുദ്ധത്തിലൂടെ പാക്കിൻ്റെ രണ്ട് ആൾക്കാർ, ഒന്ന് പാക് പ്രധാനമന്ത്രിയെയും നമ്മളുടെ സൈനിക തലവനെയും ഇന്ത്യ ഗവൺമെൻറ് നേരിട്ട് അവരെ അറിയിക്കുക, രണ്ടുപേർക്കും കീഴടങ്ങാൻ അവസരം നൽകുക. കീഴടങ്ങിയാൽ ഇന്ത്യയുടെ ആ പ്രവിശ്യയുടെ തലവന്മാരായിട്ട് അവർ വീണ്ടും കണ്ടിന്യൂ ചെയ്തോട്ടെ. ആ രാജ്യത്തിൻ്റെ പഴയകാല പ്രൗഢി, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രൗഢി നിലനിർത്തുന്നതിന് വേണ്ടി ആ രാജ്യത്തിലെ ജനങ്ങൾ ഇന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇന്ത്യയുടെ ഭാഗമാണെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യ ഇസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പോലെ പല പാകിസ്ഥാൻമാരും പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരായി കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഹൂ മേക്ക് ദ ബൗണ്ടറീസ് ബിറ്റ്വീൻ അസ് എന്ന് അവർ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഇടയിൽ അതിർത്തികൾ പാകിയതാരാണെന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ വേണ്ടിയിരുന്ന ഒരു കാര്യമാണ്. 1947 ശേഷം ഇത്രയും സമയം അതിക്രമിച്ചു. ഉടനടി തന്നെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം ഇല്ലാതാക്കുക. ആ രാജ്യത്തിൻ്റെ തലവന്മാരോട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദിജിയും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ നിയമ ഉപദേഷ്ടാവ്, അതുപോലെ തന്നെ രാജ്യസുരക്ഷാ ഉപദേഷ്ടാവ് അടക്കമുള്ളവർ, രാജ്യത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് അടക്കമുള്ള തലവന്മാരോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, ഉടൻ തന്നെ അവർക്ക് ശക്തമായിട്ടുള്ള അന്തിമ താക്കീത് നൽകുക, കീഴടങ്ങാൻ അവസരം നൽകുക. ഒരുപക്ഷെ ഏറ്റവും മികച്ച ലോകത്തിലെ മതമായിട്ടുള്ള ഇസ്ലാമിനെ ഇത്രയേറെ ദുഷിപ്പിച്ച പ്രവർത്തനങ്ങൾ മൂലം ആ മതത്തിന് പോറലേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇത്ര തീവ്രവാദ ശക്തികളുടെ തലവന്മാരെ ഒറ്റ ദിവസം കൊണ്ട് അതേപോലൊരു മാതൃകാപരമായ ഒരു അറ്റാക്കിലൂടെ കീഴ്പ്പെടുത്തുകയും അതിനുശേഷം ആ രാജ്യത്തിൻ്റെ ജനങ്ങളെ നമ്മുടെ അതിർത്തികൾ പിഴുതെറിഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യമാക്കി മാറ്റുകയും ഇന്ത്യ എന്നുള്ള പഴയ ഭാരതം, അഖണ്ഡ ഭാരതമാക്കി ഈ രാജ്യങ്ങളെ നമ്മൾ ഏതൊക്കെ രാജ്യങ്ങളെയായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്, ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങളുടെ അതിർത്തികൾ പിഴുതു മാറ്റിക്കൊണ്ട് രാജ്യത്തിൻ്റെ അഖണ്ഡ ഭാരത സൃഷ്ടിക്ക് വേണ്ടി എൻ്റെ പ്രധാനമന്ത്രിയും ഇവിടുത്തെ എല്ലാ അതിർത്തി സുരക്ഷാ സേനയുടെ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ആ ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്കിപ്പോൾ ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. എപ്പോഴും യുദ്ധം നൽകുന്നത് നഷ്ടങ്ങൾ മാത്രമാണ്. അത് വിജയികൾക്കായാലും പരാജയക്കാർക്കായാലും. അതുകൊണ്ട് തന്നെ യുദ്ധം ഒന്നിനൊരു ശാശ്വത പരിഹാരമല്ല. നാളിതുവരെ നമ്മൾ കണ്ടിട്ടുള്ള, ഇപ്പോൾ 8 തവണ പാകിസ്ഥാനെ പ്രഹരമേൽപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ തന്നെ നാളിത് മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന പാക് ഇന്ത്യ വൈര്യം ഇതോടുകൂടി ഇവിടെ അവസാനിക്കണം. പാകിസ്ഥാനിലെ ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങൾ ഈ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് അവരുടെ വേരുകൾ തേടി വീണ്ടും എത്തണം. പരസ്പരം വിവാഹം കഴിക്കണം. ആ കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കണം, ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി പഠിക്കണം. അതുപോലെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരുപക്ഷെ ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ഗവൺമെൻറ്റിൻ്റെ ആരാധ്യനായിട്ടുള്ള മുൻ അധ്യക്ഷൻ ശ്രീ വാജ്പേയി ചങ്കുറപ്പോടുകൂടി തുറന്നു കൊടുത്ത ലാഹോർ എക്സ്പ്രസിന് മുമ്പിൽ തുറന്നു കൊടുത്ത ആ നീണ്ട റെയിൽവേയുടെ അന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ അഖണ്ഡ ഭാരതമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരമൊരു സുപ്രധാനമായിട്ടുള്ളൊരു നാളെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുകയാണ്. നന്ദി, നമസ്കാരം.